കടലൊരു എക്കോണമിയാണ്. ഇപ്പോൾ നമ്മൾ വിമൻ എക്കോണമി, ഈ വർഷം ചിൽഡ്രൻ എക്കോണമി, അതുപോലെ കടലും ജലാശയങ്ങളും ഒക്കെ ഒരു എക്കോണമിയാണ്. അപ്പോൾ അതങ്ങനെ കണ്ടുകൊണ്ട് അതിനെ പരിപാലിക്കാനും പരിപോഷിപ്പിക്കാനും പ്രാപ്തരായ ആളുകൾ വന്നിരുന്നാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്നത്തെ മുഖമായിരിക്കത്തില്ല ഈ രംഗത്ത്. നമുക്ക് 44 നദികളുണ്ട്, അതോടൊപ്പം തന്നെ 590 കിലോമീറ്റർ സമുദ്രമുണ്ട്. അപ്പോൾ അത് വളരെ ധന്യമായ സമ്പത്താണ്. ആ സമ്പത്തിനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിൻ്റെ ഭാഗമായി കാണാനും അതിനെ എങ്ങനെ പരിപോഷിപ്പിക്കാൻ സാധിക്കുമെന്ന് ശേഷിയുള്ള ആളുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിനും കേരളത്തിലെ പൊതു പൗരന്മാർക്കും എല്ലാവരും മത്സ്യം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അവർക്കൊക്കെ വലിയ നേട്ടമുണ്ടാകും. മന്ത്രിമാർ പറയുന്നതാണ് ഇത്തരം കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുമെന്നുള്ളൊരു ഒരു അഭിപ്രായം പറഞ്ഞു. അതാണ് ഞാൻ കാണുന്നത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന പോലെ ശ്രദ്ധ വേണ്ടത്ര കൊടുക്കേണ്ട മേഖലയിൽ തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ 3 or 4 മന്ത്രിമാരൊക്കെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചാണ്. കാരണം വിവിധ ജനവിഭാഗങ്ങളുടെയൊക്കെ പ്രതിനിധികളായിട്ട് വരുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് കണ്ടില്ല. അവര് നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം ന്യായമാണെന്ന് പറയുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതിൻ്റെ വ്യക്തികളെയൊക്കെ നിശ്ചയിക്കുന്നതിൽ ഒരുപാട് അന്തർനാടകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് ഇതിനെ ബാധിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് മത്സ്യമേഖലയുടെയും തീരപ്രദേശത്തിൻ്റെയും ഒക്കെ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തരായ ആളുകൾ പറഞ്ഞു.